സാധനം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ വെയിറ്റ് ലോസ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ പ്രോട്ടീൻ പൗഡറിന്റെ പിന്നാലെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉള്ള ഭക്ഷണത്തിന്റെ പിന്നാലെ ഓടും അല്ലേ. അപ്പോൾ പൊതുവിൽ ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായാലും അല്ലാണ്ടായാലും പ്രോട്ടീൻ്റെ ആവശ്യം ശരീരത്തിന് എന്തായാലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ രാത്രി സാലഡ് അല്ല കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ വല്ലതും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സോയ ചങ്ക്സ് ആണ് കേട്ടോ. സോയ ചങ്ക്സ് നമ്മൾ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു വലിയ ടൊമാറ്റോ, പിന്നെ നമ്മളൊരു 3 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പൊ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിക്കാം കേട്ടോ നമുക്ക്. ഇതൊന്ന് കൂളാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒരുവിധം അങ്ങോട്ട് ചൂടാറിയില്ല കേട്ടോ. ഈ സ്കിന്നൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം ടൊമാറ്റോന്റെ. ഈ മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇതും മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ സോയ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വറുത്ത നൈസ് അരിപ്പൊടി, നല്ല ജീരകമാണ് ഇത് 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തൈര്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യാം. മല്ലിയില കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് കലക്കണം കേട്ടോ. അപ്പൊ ദോശ ബാറ്ററിന്റെ ആ ഒരു ഇതിലല്ല, കുറച്ചും കൂടി കട്ടിയിലാണ് നമ്മൾ കലക്കിയെടുക്കുന്നത്. അപ്പം മിക്സിയുടെ കപ്പിൽ കുറച്ച് സോയ ബാറ്റർ ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കഴുകി ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് കറക്റ്റാക്കി ആ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കാം. ഇതിൽ ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു കട്ടിയാണ് കേട്ടോ. ഇതൊന്ന്
ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്കിതിന് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ തവിടെണ്ണ അതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ അത് മൊരിച്ചെടുക്കാൻ. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശയാണ്. നല്ല മൊരിച്ചു വേണം എടുക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരിക കേട്ടോ. ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് കോക്കനട്ട് ചട്നിയാണ്. വേറെ ഏത് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. വളരെ രുചികരമായ ഒരു പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.